ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ രണ്ടാമത്തെ സമവാക്യം എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് കാണാതെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കാണുന്നതെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ആ ഒരു ക്ലാസ് കാണണം. കാരണം അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അല്ല നിർബന്ധമായി ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവരും കാണണം. കാരണം അത്രയും നല്ല ഒരു ഉപകാരമുള്ള ക്ലാസ് ആണ് എന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അധികം ആമുഖം ഇല്ലാതെ ചാപ്റ്ററിലേക്ക് പോകാം. അതിനു മുമ്പ് ചെറിയ രണ്ട് കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഇത് ഒരു സമചതുരാണ്. ഓക്കെ, സമചതുരാണ്. ഇത് ഒരു ചതുരാണ്. നമുക്കൊക്കെ അറിയാം, സ്ക്വയർ ആണ്, റെക്ടാങ്കിൾ ആണ്. ഓക്കെ, ഇതിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എ ആയിരിക്കുമല്ലോ. കാരണം സമചതുരല്ലേ, ആയിരിക്കും എ എ എ. ഇതിന്റെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ഈ സൈഡ് എക്സ് ആയിരിക്കുമല്ലോ, ആയിരിക്കും. ഇത് വൈ ആണെങ്കിൽ ഇതും വൈ ആയിരിക്കുമല്ലോ, ആയിരിക്കും. ഇതൊക്കെ നമുക്കറിയാം. ഇനി ചതുരത്തിന്റെ പരപ്പളവ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. പരപ്പളവ് അതായത് ഏരിയ. ഏരിയ എന്താണ്? പരപ്പളവ് കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ നീളം ഇൻറ്റു വീതി, അഥവാ നീളം ഇൻറ്റു വീതി. ഇവിടെ നീളം വീതി ഒക്കെ സെയിം ആണ്. അപ്പൊ എ ഇൻറ്റു എ ഈക്വൽ ടു എ സ്ക്വയർ. ഒരു സമചതുരത്തിന്റെ പരപ്പളവാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എ സ്ക്വയർ. മറന്നു പോകരുത്. ഇനി ചുറ്റളവ് അഥവാ പെരിമീറ്റർ. പെരിമീറ്റർ ആണ് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഒന്നുമില്ല, 4 സൈഡ് കൂട്ടുന്നു. ഇവിടെ പെരിമീറ്റർ ആണ് എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ. അപ്പോ 4a. ഒരു സമചതുരത്തിന്റെ പരപ്പളവാണ് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എ സ്ക്വയർ. ചുറ്റളവ് കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് 4a. ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ് എ എന്ന് പറഞ്ഞാല് ഒരു വശം എ ആണെങ്കിൽ ബാക്കി എല്ലാ വശം എ ആയിരിക്കും. കാരണം എന്താ? ഒരു സമചതുരാണ്. ഓക്കെ, മനസ്സിലായില്ലേ? റെഡി. ഇനി ഒരു ചതുരം നോക്കൂ. ഒരു ചതുരത്തിന്റെ റെഡി അല്ലേ? പ്രശ്നമുണ്ടല്ലോ. ഒരു ചതുരത്തിന്റെ പരപ്പളവ് എന്താ? നീളം ഇൻറ്റു വീതി. അതായത് പറയുക, അതായത് നീളം ഇൻറ്റു വീതി എക്സ് ഇൻറ്റു വൈ അല്ലെ? പരപ്പളവ് എക്സ് ഇൻറ്റു വൈ. ഇനി ഈ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? എക്സ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. അതായത് 2x പ്ലസ് 2y അല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഓക്കെ, തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബേസിക് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിക്കാം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. എ എന്ന് പറഞ്ഞാൽ ഒരു സൈഡാണ്. ചുറ്റളവ് 4a ആണ്. ഓക്കെ, നമുക്കറിയാം. ഒരു ചതുരത്തിന്റെ പരപ്പളവ് എക്സ് ഇൻറ്റു വൈ ആണ്. ചുറ്റളവ് 2x പ്ലസ് 2y ആണ്. നമുക്കറിയാം. ഓക്കെ, ഈ കാര്യം ജസ്റ്റ് നോട്ട് ചെയ്യാം. അതിന് ഒരു കാര്യം കൂടി പറയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സമചതുരത്തിന്റെ ഏരിയ 4a സ്ക്വയർ ആണ്. ഒരു ചോദ്യം എഴുതണ്ട, കേട്ടോളൂ. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് അതാ ഏരിയ. ഒരു സമചതുരത്തിന്റെ ഏരിയ പരപ്പളവ് 100 ചതുരശ്ര മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്തായിരിക്കും? ഇതാണ് ചോദ്യം. ഓക്കെ, ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കാം. ഒരു സമചതുരത്തിന്റെ ഏരിയ കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എ സ്ക്വയർ അല്ലെ? എ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? ഏരിയ തന്നത് 100 തന്നിട്ടുണ്ട്. എ സ്ക്വയർ ഈക്വൽ ടു 100. എ ഈക്വൽ ടു റൂട്ട് 100. നമ്മൾ റൂട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് ഈക്വൽ ടു 10. റൂട്ട് 100 10 ആണ്. അപ്പൊ ഇതിനാണ് നമ്മൾ റൂട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. ഈ ചാപ്റ്ററിൽ ഏകദേശം ഒരു 10 ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതൊരു 7 ചോദ്യത്തിൽ റൂട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, റൂട്ട് നിർബന്ധമായി പഠിക്കണം. അപ്പൊ 10 കിട്ടുന്ന മനസ്സിലായിട്ടുണ്ടോ? ഇനി ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 64 അറിയാം. ഒരു വശത്തിലായിരിക്കും. കാണാതെ പറയണം. എത്രയായിരിക്കും? ഒരു സമചതുരത്തിന്റെ ഒരു വശം പരപ്പളവ് 64 ആണ്. അങ്ങനെയാണ് ഒരു വശം എന്തായിരിക്കും? റൂട്ട് 64 എന്താണ്? 8 ആണ്. ഓക്കെ, ഒരു ഏരിയ അഥവാ പരപ്പളവ് 81 ആണ്. ഒരു വശം എന്തായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. റെഡി. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർമ്മിച്ചെടുക്കുക. റെഡി. അപ്പൊ ഇനി ഒരു ചോദ്യം പാഠത്തിലേക്ക് കടക്കാണ്. ടെക്സ്റ്റിലെ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ടെക്സ്റ്റിലെ ചോദ്യം കഴിഞ്ഞ ശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അപ്പൊ ഒരു ചോദ്യം കേൾക്കാം. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 1 മീറ്റർ കൂട്ടി, ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 1 മീറ്റർ കൂട്ടി വലുതാക്കിയപ്പോൾ പരപ്പളവ് 36 ചതുരശ്ര മീറ്റർ കിട്ടി. ഓക്കെ, ഇത് വലുതാക്കിയ സമചതുരാണ്. ഇതിന്റെ ടോട്ടൽ ഏരിയ 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്തായിരിക്കുന്ന ചോദ്യം. ഇത് ആദ്യത്തെ സമചതുരം. ഇതിന്റെ ഒരു വശം, എല്ലാ വശങ്ങളും ഓരോ സെന്റിമീറ്റർ കൂട്ടിയിട്ടാണ് 36 വേറൊരു സമചതുരം കിട്ടിയത്. ഇതിന്റെ പരപ്പളവ് ഏരിയ 36 ആണ്. അപ്പൊ ഇതിന്റെ ഒരു വശം കിട്ടിയിട്ട് അതിൽ നിന്നും 1 സെന്റിമീറ്റർ കുറച്ചാൽ ഇതിന്റെ വശങ്ങൾ കിട്ടൂലേ? മനസ്സിലായിട്ടില്ലല്ലേ? മെല്ലെ പറയാം, സ്പീഡില്ലാതെ പറയാം. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 1 സെന്റിമീറ്റർ കൂട്ടി ഒരു വലിയ സമചതുരം ഉണ്ടാക്കിയപ്പോ അതിന്റെ പരപ്പളവ് 36 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ഇതാണ് സംഭവം. അപ്പൊ ഇതാണ് വലുത്, ഇത് ചെറുത് അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു വശം എന്തായിരിക്കും? ഇതിന്റെ ടോട്ടൽ ഏരിയ അഥവാ A² 36 ആണ്. ഓക്കെ, അപ്പൊ A എന്തായിരിക്കും? √36. ഓക്കെ, ഈക്വൽ ടു √36 ഈക്വൽ ടു 6. അപ്പൊ ഈ വലുതിന്റെ ഒരു വശം 6 ആണ് അല്ലെ? അപ്പൊ ചെറുതിൽ നിന്നും 1 സെന്റിമീറ്റർ കൂട്ടിയിട്ടാണ് വലുതുണ്ടാക്കിയത്. അപ്പൊ ചെറുതിന്റെ ഒരു വശം എന്തായിരിക്കും? 6 - 1 ഈക്വൽ ടു 5 ആയിരിക്കും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സംശയങ്ങൾ ചോദിക്കണം. മനസ്സിൽ സംശയം വെച്ചുകൊണ്ട് മാത്സ് ഒരിക്കലും പഠിക്കരുത്. മാത്സിൽ തന്നെ വെറുത്തു പോകും. ഓക്കെ, ഇത് നോട്ട് ചെയ്യാം. പെന്നും നോട്ടും ഇനിയും എടുക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെന്നും നോട്ട് എടുത്തിരിക്കണം. കാരണം മാത്സ് വർക്ക് ചെയ്തേ പഠിക്കാൻ പറ്റും. ഒരു ചോദ്യം കൂടി എഴുതാം. ഒരു സമചതുരത്തിന്റെ, കുറെ പഠിക്കാനുണ്ട്, കുറച്ചൊരു ലെങ്തി ചാപ്റ്റർ ആണ് ഇത്. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ, പേജ് നമ്പർ 79, ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 സെന്റിമീറ്റർ ആയി, ചതുരശ്ര മീറ്റർ ആയി. ആദ്യത്തെ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എന്തായിരുന്നു? അപ്പൊ ആദ്യം വലുതാണ്, ചെറുതാക്കുക ചെയ്തേ. ഇത് വലുതാണ്, ഇത് 2 സെന്റിമീറ്റർ കുറച്ച് ചെറുതാക്കി. ഓക്കെ, ചെറുതാക്കിയതിന്റെ പരപ്പളവ് ഏരിയ എത്രയാണ്? 49 ആണ്. അപ്പൊ ചെറുതാക്കിയതിന്റെ ഒരു വശം കണ്ടിട്ട് 2 സെന്റിമീറ്റർ കൂട്ടിയാ പോരെ? അപ്പൊ ഇതിന്റെ വലുതിന്റെ വശങ്ങൾ കിട്ടും. നോക്കാം. അപ്പൊ 49 ആണ് ഇതിന്റെ പരപ്പളവ്. അപ്പോ A² ഈക്വൽ ടു 49, A ഈക്വൽ ടു √49 ഈക്വൽ ടു A. ഓക്കെ, അപ്പോ ഈ ഒരു വശം എന്താണ്? 7 ആണ്. ഇത് എത്രയാണ്? 7 ആണ്. ഇത് 7 ആണ്. ഇത് 7 ആണ്. ഇതിൽ നിന്നും 2 സെന്റിമീറ്റർ കുറച്ചിട്ടാണ് ഇത് കിട്ടിയത്. അപ്പൊ ഇതെന്തായിരിക്കും? വലുതിന്റെ ഒരു വശം 7 പ്ലസ്, പറയൂ, 7 പ്ലസ് 2. മനസ്സിലായിട്ടില്ലേ? 7 പ്ലസ് 2 9. നല്ല താല്പര്യത്തോടെ ഇരിക്കണം മാത്സിന്റെ ക്ലാസ്സിൽ. നല്ല താല്പര്യം വേണം. എന്തായാലും നമ്മൾ മെനക്കെടുന്നുണ്ട്. SSLC എന്തായാലും എഴുതും. മാത്സിന്റെ എക്സാം എന്തായാലും സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കൂല. എല്ലാ ചാപ്റ്ററും ചോദ്യം വരുകയും ചെയ്യും. സോഷ്യൽ പോലെയല്ല മാത്സ്, എല്ലാ ചാപ്റ്ററും ചോദ്യം വരും. അപ്പൊ പിന്നെ എന്തിനാണ് പഠിക്കാതിരിക്കുന്നത്? ഇനി സ്കൂൾ തുറന്നിട്ട് ഇതൊക്കെ വൃത്തിക്ക് അധ്യാപകർ പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സമയം വളരെ കുറവായിരിക്കും. ബാക്കി കടല് പോലെ ഇനിയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നല്ല താല്പര്യത്തോടെ ഇരിക്കണം. അപ്പൊ ഈ ഒരു സംഭവം മനസ്സിലായിട്ടില്ലേ? ഒരു ചോദ്യം, ഹോംവർക്ക്. 2, 5, 8 എക്സെട്ര 2, 5, 8 എക്സെട്ര എന്ന് തുടരുന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? പേജ് നമ്പർ 79, 3-ാം ക്വസ്റ്റ്യൻ. 2, 5, 8 എക്സെട്ര എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? ആലോചിക്കണം. കാരണം ഫസ്റ്റ് പാഠം അറിയുകയാണെങ്കിൽ ഈ പാഠം എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പാഠം ഈ പാഠം ചെറിയൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഹോംവർക്ക് നമ്പർ 1.
കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇത് നമ്മുടെ ബേസ് ആണ്. ഇനി പറയാൻ പോകുന്നത് വർഗ്ഗത്തികവ് എന്ന് പറയുന്ന വേറൊരു ഭാഗമാണ്. പക്ഷെ ഇത് അറിയാണെങ്കിൽ ആ ഭാഗം വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കുറച്ച് ലോജിക് ഉപയോഗിക്കണം, നല്ല ലോജിക് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന്, നല്ലോണം ശ്രദ്ധിക്കണേ, ഒരു ചതുരത്തിന്റെ, സമചതുരല്ല ചതുരാണ് പറയുന്നത്, ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 2 മീറ്റർ കൂടുതലും അതിന്റെ പരപ്പളവ് 224 ചതുരശ്ര മീറ്ററുമാണ്. വശങ്ങളുടെ നീളം എന്താണ്? ഇതാണ് ചോദ്യം. വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിരിക്കണം. നോക്കി, നമ്മൾ ആദ്യം ഒരു ചതുരം വരക്കുന്നു. ഓക്കെ, ഇതിലേതാ വലിയ വശം? ഇതല്ലേ വലിയ വശം? അല്ല, ഇതാണ് വലിയ വശം. ഇത് ചെറുതും ഇത് വലുതും അല്ലേ? അത് നമുക്കറിയാം. റെഡി അല്ലേ? ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 2 മീറ്റർ നീളം കൂടുതലാണ്. വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 2 മീറ്റർ നീളം കൂടുതലാണ്. അപ്പൊ ചെറിയ വശം നമ്മൾ എക്സ് എന്ന് എടുത്താൽ ഇതെന്തായിരിക്കും? എക്സിന്റെ കൂടെ 2 കൂട്ടുന്നു, ഇതായിരിക്കുമല്ലോ. റെഡി? ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടണേ. കാരണം ചെറിയ വശം എക്സ് എന്ന് ഇട്ടാൽ അതിനേക്കാൾ 2 മീറ്റർ കൂടുതലാണെന്ന് പറയുമ്പോൾ ചെറുത് എക്സ് ആണെങ്കിൽ വലുത് x+2 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് മാത്രം മതി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് മുമ്പോട്ട് പോകാൻ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ട് മനസ്സിലായിട്ടുണ്ട്. മുഹമ്മദ് തിരിഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പോ ഇതിന്റെ പരപ്പളവ് എത്രയാ തന്നത്? 224 തന്നിട്ടുണ്ട്. പരപ്പളവ് കാണാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? നീളം ഇൻറ്റു വീതി അല്ലേ? ഓക്കെ, അപ്പൊ നീളം ഇൻറ്റു വീതി, പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. നീളം ഇൻറ്റു വീതി, ഇതിനാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ് ഇതൊക്കെ പഠിപ്പിച്ചത്, അല്ലാതെ വെറുതെ ബേസ് പഠിപ്പിച്ചതല്ല. നീളം ഇൻറ്റു വീതി, നീളം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു x+2 എത്രയാ? പരപ്പളവ് എത്രയാ? 224. ഇതിനെ ചെറുതാക്കുന്നത് ആദ്യ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. x ഇൻറ്റു x+2, x ഇൻറ്റു x എന്താ? x ഇൻറ്റു x, x സ്ക്വയർ, x ഇൻറ്റു +2 പ്ലസ് 2x. മനസ്സിലായിട്ടുണ്ടോ? x ഇൻറ്റു x, x സ്ക്വയർ, x ഇൻറ്റു +2 പ്ലസ് 2x ഈക്വൽ ടു 224. ഓക്കെ, നമ്മൾ ഇത് മയക്കാണ്. ഇനി ശ്രദ്ധിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് പറയും. അത് നിങ്ങൾ ഫോളോ ചെയ്യാം. പക്ഷെ അതെങ്ങനെ കിട്ടുന്നത് പറഞ്ഞുതരാം. ഇത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ കാര്യമാണ് ഇത്. എല്ലാ ചോദ്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിച്ചോ, അതെന്താണ്? അധിക സാറന്മാർ പറയാത്ത സംഭവമാണ്. ഞാൻ പറഞ്ഞുതരാം. x സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 224. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും മറന്നോ പാടില്ല. ഈ ഒരു കാര്യത്തെ നമ്മൾ മാറ്റിയെടുക്കുന്നു. x സ്ക്വയർ പ്ലസ് 2x. ഇവിടെ 2x ഇരട്ട സംഖ്യയാണുള്ളത്. ഓക്കെ, 2 ആണുള്ളത്. ഓക്കെ, നമ്മൾ ഈ x സ്ക്വയറിന് പകരം നമ്മൾ x എന്ന് എഴുതുന്നു. ഈ 2x പകരം ഈ പ്ലസ് 2x ഉള്ളത് 2ന്റെ പകുതി നേരെ എടുക്കുന്നു. x പ്ലസ് 2ന്റെ പകുതി എത്രയാ? 1. ഓക്കെ, ഹോൾ സ്ക്വയർ ആക്കുന്നു. ഇതെങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. ആരും ബേജാറാവേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കിട്ടുന്ന പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഓക്കെ, x+1 ഹോൾ സ്ക്വയർ എഴുതുന്നു. അപ്പോൾ ഈ +1 നമ്മൾ ഇവിടെ മൈനസ് ചെയ്യുന്നു. ഓക്കെ, മൈനസ് ചെയ്യുന്നു. ഈക്വൽ ടു 224 എന്ന് എഴുതുന്നു. ഓക്കെ, ഇതെങ്ങനെ എഴുതുന്നത് പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ, നമ്മൾ മുമ്പ് പഠിച്ചൊരു കാര്യമുണ്ട്. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് ആവശ്യമുള്ളത് പഠിക്കാം. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, നോക്കൂ, ഇവിടെ നമുക്ക് x+1 ഹോൾ സ്ക്വയർ, x കാണുന്നില്ലേ? x+1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി 2x പ്ലസ് 1 സ്ക്വയർ. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടില്ല? ഒന്നുകൂടി പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാ ഇത് കിട്ടിയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയുന്ന മറുപടിയാണ്. ഇത് മാത്രം മനസ്സിലാക്കാനുള്ള ഒരു വിവേക ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തൽക്കാലം അത് പഠിച്ചാൽ മതി. ഓക്കെ, ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ ആവശ്യമുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. എ ആദ്യത്തെ സംഖ്യ, ബി രണ്ടാം സംഖ്യ. ഇവിടെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാൽ എക്സ് എയും 1 ബിയും. അപ്പൊ എ സ്ക്വയർ, അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1. ഓക്കെ, പ്ലസ് 1 സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഓക്കെ, കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട് അല്ലേ? ശ്രദ്ധിച്ചോ, നോക്കൂ നിങ്ങള്. ഇവിടെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇത് നേരെ മുകളിലേക്ക് നോക്കൂ. ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x എന്നാണ്. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x ഒരു പ്ലസ് 1 കൂടുതലുണ്ട്, അതാണ് ഇവിടെ കുറച്ച 1. മനസ്സിലായില്ലേ? അപ്പോ ഇത് ബുദ്ധിമുട്ടാണ്, ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെയാ വരുന്നത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്താക്കി, ഈ എക്സിന് പകരം നേരെ എക്സ് മാത്രം എടുത്തിട്ട്, ഓക്കെ, ഇനി 2ന്റെ പകുതി 1 ഹോൾ സ്ക്വയർ ആക്കി, എന്നിട്ട് ഈ 1 മൈനസ് ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിക്കാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഈ മൈനസ് അപ്പുറം പോകുന്നു. അപ്പൊ 224 പ്ലസ് 1 ഈക്വൽ ടു 225. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 225. എക്സ് പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 225. എന്താണ് റൂട്ട് 225? എന്താണ് 15 അല്ലെ? എക്സ് പ്ലസ് 1 15 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 15. ഈ പ്ലസ് 1 എപ്പോഴും വരുന്നു, മൈനസ് 1 ഈക്വൽ ടു 14 അല്ലെ? നമ്മൾ ഇതായിരുന്നു ചോദ്യം. ഒരു പക്ഷേ എക്സ്, ഇത് എക്സ് പ്ലസ് 2. അപ്പോ എക്സ് 14 ഇട്ടിട്ടുണ്ട്. അപ്പൊ വീതി 14, നീളം എത്രയാണ്? 14 പ്ലസ് 2 അല്ല, 2 പ്ലസ് 2 16 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പൊ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അത് പല കുട്ടികൾക്ക് അറിയില്ല. അത് അറിയാവുന്ന കുട്ടികളുണ്ടല്ലോ ക്ലാസ്സിൽ, അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പഠിക്കണം. ഒന്നുകൂടി പറയാം. നമ്മൾ ചോദ്യം ഇതായിരുന്നു, ഒരു ചതുരത്തിന്റെ ഒരു ചെറിയ വശം വലിയ വശം ചെറിയ വശത്തേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ ചെറിയ വശം എക്സ് എന്നും വലുത് എക്സ് പ്ലസ് 2 എന്നും എടുക്കുന്നു. ഓക്കെ, അപ്പോ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ്. അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 224. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x ഈക്വൽ ടു 224. അടുത്ത സ്റ്റെപ്പാണ്, ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ്. ഓക്കെ, എക്സിന് എക്സ് എഴുതി. ഇതിങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാണ്. എക്സ് പ്ലസ് ഇട്ടു, ഈ 2ന്റെ പകുതി 1 ഹോൾ സ്ക്വയർ ആക്കി. ഈ 1 കുറച്ച് കളയുന്നു. എന്തിനാ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ടു 224. ബാക്കി ഇവിടെ ഉണ്ട്. ഈ ഒറ്റ സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഇക്വേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വളരെ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നോട്ട് ചെയ്യാം. ഒരു 30 സെക്കൻഡ് നോട്ട് ചെയ്യാൻ സമയമുണ്ട്. ഇതിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. വേഗം നോട്ട് ചെയ്യാം. ഓക്കെ, ഇതിന് വിചാരിക്കുന്നത് ഒരു ചോദ്യം വേഗം ചെയ്യാം. എന്നിട്ട് അത് ഇന്ന് ഒരു ചോദ്യം മാത്രം ചെയ്താൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. വേഗം ചോദ്യം കേൾക്കാം. പേജ് നമ്പർ 81 ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 മീറ്റർ നീളം കൂടുതലാണ്. ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ സ്പീഡ് കൂടുതലാണ്. ഒരു ചതുരത്തിന്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 20 മീറ്റർ നീളം കൂടുതലാണ്. അതിന്റെ പരപ്പളവ് 224 ചതുരശ്ര മീറ്റർ ആണ്. വശങ്ങളുടെ നീളം എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ ചതുരം വരക്കുന്നു. വേഗം ചതുരം വരക്കുന്നു. ഇതാണ് ചതുരം. ഓക്കെ, ഇതാ പറഞ്ഞത് വലിയ വശത്തിന്, ഇതല്ല വലിയ വശം,
അതിന് ചെറിയ വശത്തേക്കാൾ 20 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് പ്ലസ് 20 ആയിരിക്കും അല്ലെ? ആയിരിക്കും. അപ്പൊ പരപ്പളവാണ് ഇക്വേഷൻ. പരപ്പളവ് ഈക്വൽ നീളം ഇൻറ്റു വീതി, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 20. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു പ്ലസ് 20 പ്ലസ് 20 എക്സ്. ഓക്കെ, ഈക്വൽ ടു എത്രയാണ്? 224 ചോദ്യത്തിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ. വേണ്ടവർക്ക് പല സ്റ്റെപ്പും ഉണ്ട്, പല മെത്തേഡും ഉണ്ട്. മാത്സ് ആണ്, എന്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്? അപ്പൊ ഇവിടെ എക്സ് എഴുതി അല്ലെ, പ്ലസ് ഇട്ടു, 20ന്റെ പകുതി 10 ഹോൾ സ്ക്വയർ ഇട്ടു. ഇനി എന്താ കുറക്കുന്നത്? ഈ 10 അല്ല കുറക്കേണ്ടത്, നേരത്തെ 1 ആണ്. അത് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ട് അല്ലെ. നേരത്തെ കുറച്ച് 1 അല്ല കുറച്ചത്, 1ന്റെ സ്ക്വയർ ആണ് കുറച്ചത്. ഓക്കെ, 1ന്റെ സ്ക്വയർ ആണ് കുറച്ചത്. 1 സ്ക്വയർ 1 ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് കുറക്കണം? 10ന്റെ സ്ക്വയർ കുറക്കണം. ഈക്വൽ ടു 224. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. ഓക്കെ 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 അപ്പൊ എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ. മാത്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ വിചാരിക്കും എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. കാര്യം സിമ്പിൾ ആണ്, മനസ്സിലാത്തവർ ചോദിക്കാം. മൈനസ് 100 10ന്റെ സ്ക്വയർ എത്രയാണ്? 10ന്റെ സ്ക്വയർ 10 × 10 100 ഈക്വൽ ടു 224. ഓക്കെ, എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഈ മൈനസ് 100 അപ്പുറം പോകുന്നു. അപ്പോ 224 പ്ലസ് 100. മനസ്സിലായില്ലേ? അപ്പോ ബാക്കി വിടുക. എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 224 100 324. ഓക്കെ, അപ്പോ ഈ റൂട്ട് സ്ക്വയർ ഒഴിവാക്കുന്നു. എക്സ് പ്ലസ് 10 ഈക്വൽ ടു റൂട്ട് 324. എത്ര? റൂട്ട് 324 എത്രയാ? 18 അല്ലേ? 18. ഓക്കെ, അപ്പോ എക്സ് പ്ലസ് 10 ഈക്വൽ ടു 18. എക്സ് ഈക്വൽ ടു 18 മൈനസ് 18 പ്ലസ് 10 അപ്പുറം പോകുന്നു. മൈനസ് 10 ഈക്വൽ ടു 8. അപ്പൊ ഇത് 8 ആണ്, ഒരു വശം 8 ആണ് അല്ലേ? ഇതെന്തായിരിക്കും? അപ്പൊ വീതി എക്സ് അല്ലേ? അപ്പൊ 8. നീളം എത്രയാണ്? എക്സ് പ്ലസ് 20, അതായത് 20 പ്ലസ് 8 ഈക്വൽ ടു 28. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഒറ്റൊരു സ്റ്റെപ്പ് മാത്രം. ഏത് സ്റ്റെപ്പ്? ഈ ഒരു സ്റ്റെപ്പ്. ഇത് നമ്മൾ പഠിക്കണം, അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പഠിച്ച വർഗ തികവ് എന്ന് പറയുന്ന സംഭവം സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇതാണ് SSLC ചോദിക്കുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ തക്കാൻ നിർത്തുകയാണെങ്കിൽ ഒരു ഹോംവർക്ക് കൂടി തന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ചോദ്യം 1. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ 289 കിട്ടും. സംഖ്യകൾ ഏതൊക്കെ? പേജ് നമ്പർ 84, ക്വസ്റ്റ്യൻ നമ്പർ 1. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം, ബാക്കി നിങ്ങൾ ചെയ്യണം. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? ഒരു സംഖ്യ ഇരട്ട സംഖ്യ നോക്കി, 1 2. അപ്പൊ അടുത്തെന്തായിരിക്കും? 3 ഒറ്റ സംഖ്യയാണ്, അപ്പൊ 4 ആയിരിക്കും. അടുത്തെന്തായിരിക്കും? 6 ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? എക്സിന്റെ എത്ര കൂട്ടുന്നത്? +2 അല്ലെ? അപ്പൊ ഒരു സംഖ്യ എക്സ്, അടുത്ത x+2. അപ്പൊ ഇതിന്റെ ഗുണനഫലത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞത് 200. അപ്പൊ ഇതിന്റെ ഗുണനഫലം അതായത് x × x+2 പ്ലസ് 1 ഈക്വൽ ടു 289 കിട്ടും. ബാക്കി നിങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്യൂല. ഓക്കെ, ബാക്കി ചെയ്തിട്ട് ക്ലാസ് നോട്ട് അയക്കണം. വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഈ ക്ലാസ് നിർബന്ധമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണണം. കാരണം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. A+B ഹോൾ സ്ക്വയർ സംശയമുള്ള ആൾക്കാർ അതും വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇനി ആ A+B വന്നല്ലോ, കുടുങ്ങിപ്പോയല്ലോ, എന്നൊന്നും തിരിവിടാന്ന് വിചാരിക്കേണ്ട. എല്ലാം മനസ്സിലാവും, ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം. ഗുഡ് ബൈ.